തൃശൂർ പുതുക്കാട് 2 നവജാത ശിശുക്കളെ കൊന്നു കുഴിച്ചിട്ടുന്ന സംഭവത്തിൽ നടുക്കുന്ന ഏറ്റുപറച്ചിലുമായി പ്രതികൾ. അസ്ഥികളുമായാണ് യുവാവ് സ്റ്റേഷനിലെത്തിയത്. വെളിപ്പെടുത്തലിനെ തുടർന്ന് യുവാവിനെയും യുവതിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആദ്യ പ്രസവത്തിലെ കുട്ടി ഉടൻ മരിച്ചെന്ന് ഇരുവരും മൊഴി നൽകി. രണ്ടാമത്തെ കുട്ടിയുടെ മരണം കൊലപാതകമെന്ന് SP പറഞ്ഞു. യുവതിയും യുവാവും തമ്മിൽ 2020 മുതൽ അടുപ്പത്തിലാണ്. ഇതിനിടയിലാണ് കുട്ടികൾ ജനിക്കുന്നത്. 2024 ഇരുവരും തമ്മിൽ അകന്നു. ഇതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾക്കൊടുവിലാണ് നടുക്കുന്ന സംഭവം പുറത്തുവരുന്നത്. ചാലക്കുടി DYSPയുടെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷണം. കുട്ടിയുടെ അമ്മയെന്ന് കരുതപ്പെടുന്ന സ്ത്രീ പറയുന്നത് ആദ്യത്തെ കുട്ടി ജനിച്ചപ്പോൾ തന്നെ മരിച്ചിരുന്നു, കഴുത്തിൽ പൊക്കൽ കൂടി ചുറ്റിയിരുന്നു, അപ്പം വയറ്റിൽ വെച്ച് തന്നെ 2 ദിവസം മുമ്പ് തന്നെ അനക്കമില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് പ്രാഥമികമായിട്ട് പറയുന്ന കാര്യങ്ങളാണ്, പരിശോധിക്കാനുണ്ട്. രണ്ടാമത്തെ കുട്ടി അതും ഇതുപോലെ മരണപ്പെട്ടാണ് വന്നതെന്ന് പറയുന്നു. പക്ഷെ ഞങ്ങളിപ്പോൾ ഇന്നിപ്പോൾ നടത്തിയ വേറെ ചില ഇൻവെസ്റ്റിഗേഷൻ ഞങ്ങൾ ശാസ്ത്രീയമായിട്ട് കുറേ ചോദ്യം ചെയ്തു, കുറേ കാര്യങ്ങൾ വെരിഫൈ ചെയ്തതിൽ രണ്ടാമത്തത് സ്വാഭാവിക മരണമല്ല, അതവർ കൊന്നത് തന്നെയാണ്. രണ്ടാമത്തെ കുട്ടി അവർ കരയാൻ തുടങ്ങി, ശ്വാസം മുട്ടിച്ചു കൊന്നു, മുഖത്ത് പൊത്തിപ്പിടിച്ചു കൊന്നു. ലെവിൻ K. വിജയനാണ് തൃശൂർ പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നത്. ലെവിൻ, നമ്മൾ സമീപകാലത്തൊന്നും കേട്ടിട്ടില്ലാത്ത ഒരു വാർത്തയാണ്. കുഞ്ഞുങ്ങളുടെ അസ്ഥിയുമായി യുവാവ് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുക, 2 കുഞ്ഞുങ്ങളെ കുഴിച്ചിട്ടു, അതിലൊരു കുഞ്ഞിനെ കൊന്നതാണ് എന്ന് പറയുക. പിന്നീട് ആ പെൺസുഹൃത്തിനെ കണ്ടെത്തുന്നു. പിന്നീട് ചുരുളഴിഞ്ഞത് യഥാർത്ഥത്തിൽ നമ്മളെല്ലാം നടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ്, അല്ലെങ്കിൽ ഒരു സംഭവമാണ്. എന്താണ് പോലീസ് SP തന്നെ ഇക്കാര്യത്തിൽ സ്ഥിരീകരിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ പങ്കുവെക്കുന്നത്? ഈ യുവാവും യുവതിയും പറയുന്ന മൊഴികളുടെ വിശ്വാസ്യത എത്രത്തോളം? അങ്ങനെയെങ്കിൽ ഈ മൃതദേഹ ഭാഗങ്ങൾ, അത് അസ്ഥികൾ ഉണ്ട് എന്ന് പറയുമ്പോൾ മൃതദേഹങ്ങൾ പൂർണ്ണമായി നശിപ്പിച്ചു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ബിനിൽ, അന്വേഷണം തുടരുകയാണ്. അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല. പ്രാഥമികമായ പ്രതികളുടെ മൊഴിയും ചോദ്യം ചെയ്യലും പ്രാഥമികമായ ശാസ്ത്രീയ അന്വേഷണങ്ങളും ഒക്കെയാണ് ഇതുവരെ നടന്നിട്ടുള്ളത്. ഇതിൽ നിന്നും തന്നെയാണ് അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഈ 2 നവജാത ശിശുക്കളിൽ ഒരാളുടെ മരണം കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നത്. റൂറൽ SP B. കൃഷ്ണകുമാർ തന്നെ അക്കാര്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തു. ഇന്നലെ രാത്രി 12:30 ഈ സംഭവങ്ങളുടെ തുടക്കം. മദ്യപിച്ചിരുന്ന ഭവിൻ എന്ന ആമ്പല്ലൂർ സ്വദേശിയായ 26-കാരൻ പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ കയ്യിലൊരു പാക്കറ്റുമായി എത്തുന്നു. അതിനുശേഷം പോലീസുകാരോട് താൻ 2 കുട്ടികളുടെ അസ്ഥിയുമായാണ് എത്തിയതെന്ന് പറയുന്നു. കാര്യങ്ങൾ പ്രാഥമികമായി വിശദീകരിക്കുന്നു. പിന്നാലെ തന്നെ സ്റ്റേഷൻ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ DYSPയുമായും SP-മായും രാത്രി തന്നെ ബന്ധപ്പെടുന്നു. സംഭവത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് പുലർച്ചെ തന്നെ പെൺകുട്ടിയെ കൂടി കസ്റ്റഡിയിലെടുക്കുന്നു. ഇങ്ങനെ 2 പേരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ നിന്നാണ് പ്രധാനപ്പെട്ട വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത്. 2020 മുതൽ ഇരുവരും തമ്മിൽ സുഹൃത്തുക്കളാണ്. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെടുകയും പരിചയം പിന്നീട് പ്രണയമായി മാറുകയും ചെയ്തു. ഇതിനിടയിൽ ഇരുവർക്കും കുട്ടികൾ ജനിക്കുന്നു. 2021 ആദ്യ കുഞ്ഞ് ജനിക്കുന്നു. ഈ കുഞ്ഞ് ജനിച്ച ഉടൻ തന്നെ പുക്കിൾക്കൊടി കഴുത്തിൽ ചുറ്റിയ നിലയിലായിരുന്നു പുറത്തു വന്നതെന്നും ജനിച്ച ഉടൻ തന്നെ കുട്ടി മരിച്ചിരുന്നുവെന്നുമാണ് യുവതി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഈ കുഞ്ഞിൻ്റെ മൃതദേഹം വീട്ടിൽ തന്നെ, അതായത് ഈ അനീഷ എന്ന പ്രതിയുടെ വീട്ടിൽ തന്നെ അവർ തന്നെ മറവ് ചെയ്യുന്നു. ഇത് ഗർഭിണിയായിരുന്ന ശാരീരികാവസ്ഥയോ അല്ലെങ്കിൽ ഇതിന് പിന്നിലുള്ള കാരണങ്ങളോ യുവാവുമായുള്ള ബന്ധമോ ഒന്നും ഈ ബന്ധുക്കളോടക്കം ഈ പെൺകുട്ടി ആരെയും അറിയിക്കാതെയാണ് സൂക്ഷിച്ചത്. പക്ഷേ ഈ മൃതദേഹം മറവ് ചെയ്യുന്നതും മറ്റും, അതായത് പെൺകുട്ടിയുടെ ശാരീരിക വ്യത്യാസങ്ങളടക്കം സമീപവാസികളായിട്ടുള്ള ചില സ്ത്രീകൾ അത് ശ്രദ്ധിച്ചിരുന്നു. ഈ മൃതദേഹം മറവ് ചെയ്യുന്നതടക്കം ചിലർ കണ്ടതോടുകൂടി ഈ കൊലപാതക വിവരം അല്ലെങ്കിൽ ഈ കുഞ്ഞിൻ്റെ മരണം എന്തെങ്കിലും ഘട്ടത്തിൽ പുറത്തു വരുമോ എന്നുള്ളൊരു സംശയം അനീഷയ്ക്കുണ്ടായിരുന്നു. അനീഷ ഇത് ഭവിൻ എന്ന സുഹൃത്തിനോട് പങ്കുവയ്ക്കുന്നു. ഭവിൻ്റെ നിർദ്ദേശപ്രകാരം മൃതദേഹം അഴുകി അസ്ഥികളായി മാറിയതിനു ശേഷം ഈ കുഴി വീണ്ടും അത് തുറന്ന് ആ അസ്ഥികൾ പെറുക്കി ഭവിനെ അനീഷ ഏൽപ്പിക്കുന്നു. ഇതിനിടയിൽ 2024 ഇവർ വീണ്ടും ഗർഭിണിയാകുന്നു. 24 കുഞ്ഞ് ജനിച്ച് ജീവനോടെ തന്നെ ജനിച്ചു എന്നുള്ളതാണ് മൊഴി നൽകുന്നത്. പക്ഷേ ഭവിൻ്റെ നിർദ്ദേശപ്രകാരം ഈ അനീഷ എന്ന യുവതി കുഞ്ഞിനെ ശ്വാസം
പൊട്ടിച്ച് കൊലപ്പെടുത്തുന്നു. ആ മൃതദേഹം സ്വന്തം സ്കൂട്ടറിലാക്കി ഭവിൻ്റെ ആമ്പല്ലൂരുള്ള വീട്ടിലേക്ക് എത്തിക്കുന്നു. യുവതിയുടെ വീട് വെള്ളിക്കുളങ്ങരയിലാണ്. അവിടെ നിന്നും സ്വന്തം സ്കൂട്ടറിൽ ആമ്പല്ലൂരിൽ ഈ ഭവിൻ്റെ വീട്ടിലേക്ക് എത്തിക്കുന്നു. ഭവിൻ്റെ വീട്ടിൽ വെച്ച് ഈ മൃതദേഹം സംസ്കരിക്കുന്നു. അതിനുശേഷം ഇത് അഴുകിയതിനു ശേഷം, അസ്ഥികളായതിനു ശേഷം ഭവിൻ വീണ്ടും 2 അസ്ഥികളും 2 കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങളുടെ അസ്ഥികളും സൂക്ഷിക്കുന്നു. ഇതിന് 2 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് പോലീസിനോട് ഇയാൾ മൊഴി നൽകിയിരിക്കുന്നത്. ഒന്ന്, ഈ സംഭവങ്ങൾക്ക് ശേഷം ഇരുവരും തമ്മിൽ തെറ്റിപ്പിരിയുന്നു. ഈ പെൺകുട്ടി മറ്റൊരാളുമായി സൗഹൃദമുണ്ടായിരുന്നു എന്നും സംശയം ജനിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇയാളെ വിട്ടിട്ട് പോയാൽ ആ പെൺകുട്ടിയെ അതുപയോഗിച്ച് വൈരാഗ്യത്തിൽ ഈ അസ്ഥികൾ കാട്ടി ഭീഷണിപ്പെടുത്തുക എന്നുള്ളൊരു ലക്ഷ്യം. മറ്റൊന്ന്, ഈ കുഞ്ഞുങ്ങൾ മരണപ്പെട്ടാൽ അതിന് ഉദയക്രിയകൾ ചെയ്യാതെ മോക്ഷം കിട്ടില്ല എന്നുള്ളൊരു സംശയം, അത് ശാപമായി തീരുമെന്നുള്ളൊരു സംശയം. ചില ആളുകൾ അത്തരത്തിലുള്ള ചില ഉപദേശങ്ങൾ നൽകി. അതുകൊണ്ട് തന്നെ കടലിൽ കൊണ്ടുപോയി ഒഴുക്കാനുള്ളൊരു നീക്കവും ഇയാൾ നടത്തിയിരുന്നു. അതേപോലെ തന്നെ ഈ പെൺകുട്ടിയെ ഒരിക്കലും വിശ്വസിക്കാനാകാത്ത മൊഴികളാണ് ഇവർ നൽകിയിട്ടുള്ളത്. പക്ഷേ അവിശ്വസനീയമായ കാര്യങ്ങൾക്ക് പല തെളിവുകളും, അതായത് ഈ കുഞ്ഞുങ്ങളുടെ അസ്ഥി ഉൾപ്പെടെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. ഒരു കുഞ്ഞിനെ കൊലപ്പെടുത്തി എന്നാണ് പറയുന്നത്. ഇതിന്റെ ഉദകക്രിയ ചെയ്യുന്നതിന് വേണ്ടി കുഞ്ഞുങ്ങളുടെ അസ്ഥി സൂക്ഷിച്ചു വെച്ചു എന്ന് പറയുമ്പോൾ ഒരു കൊലപാതകം നടത്തിയ ശേഷമാണ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത് എന്നുള്ളതും ഏറെ നടുക്കത്തോടെ തന്നെ കാണുന്നതാണ്.